ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കത് അതിന് വേണ്ടത് വേറൊന്നുമില്ല, കുറച്ച് നല്ല പഴുത്ത ഏത്തപ്പഴം, അത് ചെറുതായിട്ട് കട്ട് ചെയ്തത്, നെയ്യ്, തേങ്ങ, ഏലക്കാപ്പൊടി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പാന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കാരണം ഓൾറെഡി നല്ല പഴുത്ത പഴമായിരിക്കുമല്ലോ നമ്മൾ എടുക്കുക. കാരണം തൊലി കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടാവുമല്ലോ, അത് തൊലി കറുത്ത് കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും കഴിക്കാൻ മടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏത്തപ്പഴം ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നെയ്യിൽ കൂടി ആകുമ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോൾ നെയ്യില്ല വെളിച്ചെണ്ണ എടുത്താലും ഓക്കെയാണ്, ഞാൻ നെയ്യാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങയാണ്, തേങ്ങ ചിരവിയതാണ്. ആ നെയ്യിലിട്ട് ഒരുവിധം വരണ്ട് കഴിയുമ്പോൾ, ഏത്തപ്പഴം വരണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ നമ്മുടെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഏലക്ക പൊടിച്ചത്, അതും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കത് നല്ല രീതിയിൽ വീണ്ടും അതൊന്ന് മിക്സാക്കി, ആ തേങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് വരണ്ട് മൊരിഞ്ഞ് ആ ഒരു ലെവലിലെത്തുക. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ഒന്നുകിൽ റവ അല്ലെങ്കിൽ നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ, അത് ഒരു 2 ടേബിൾ സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ റവ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്, നല്ല തരിയുള്ള പുട്ടുപൊടി. പിന്നെ ഷുഗർ വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാൻ വൈറ്റ് ഷുഗർ അല്ല, ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. അതാണ് ഷുഗറിന് ആ കളറ്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഇത് നല്ല മിക്സാക്കി കൊടുക്കാം. നല്ല പഴമൊക്കെ ഒന്ന് കടന്ന് നല്ല വെന്ത് വരുമ്പോഴത്തേക്കുള്ളൊരു പാകമുണ്ടല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇതാണ് സേമിയ. ഇത് ഓപ്ഷണലാണ്, പക്ഷേ സേമിയ ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. സേമിയ ഒരു 3-4 മിനിറ്റ് നേരം നമ്മൾ വെള്ളത്തിൽ കുതിർത്തത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തിട്ട് അത് വേവാൻ ആവശ്യമുള്ള ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണോ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടി ഒന്ന് കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് ആ വെള്ളം ഒന്ന് പറ്റാൻ അനുവദിക്കുക. അപ്പോൾ അതൊന്ന് പറ്റി കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമുക്കതൊന്ന് പാകത്തിന് ഷേപ്പാക്കാനുള്ള ഒരു രൂപത്തിൽ കിട്ടും. അപ്പം നമ്മൾ ആ പാനിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്, എണ്ണയോ നെയ്യോ, അത് നല്ല മുക്കി പൊരിക്കാനാണ്, മുക്കി പൊരിച്ചെടുത്താൽ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് കൂടുതൽ ഓയിൽ വേണ്ടി വരും. ഞാനിപ്പോൾ ജസ്റ്റ് മുക്കി പൊരിക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് എണ്ണയിലിട്ട്, കാരണം ഓൾറെഡി ഇതെല്ലാം കിടന്ന് നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന സാധനമാണ്. അപ്പോൾ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ അങ്ങനെ എടുത്താലും അത് വേറൊരു ടേസ്റ്റാണ്. അപ്പം ഞാനത് പാകത്തിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ഞാനിതിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലെടുത്തിട്ട് നമ്മുടെ എണ്ണയിലിട്ടൊന്ന് തിരിച്ചും മറിച്ചും അതിൻ്റെ പുറമൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു നല്ലൊരു അതിപ്പോഴേ നമ്മൾ ആ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആകുമ്പോൾ നമ്മുടെ ഈ സേമിയ ഉണ്ടല്ലോ, അതിങ്ങനെ പുറമേ നിൽക്കുന്ന കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലായിടവും ഒന്ന് മൊരിച്ചെടുക്കാൻ പാകത്തിന് എടുക്കുക. കാരണം ഡീപ്പ് ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ടൈം എടുക്കില്ല, ജസ്റ്റ് ഇട്ട് മുക്കി പൊരിച്ചെടുത്താൽ മതി. കാരണം ഉള്ളിലുള്ളതൊക്കെ വെന്തിട്ടുണ്ടാവുമല്ലോ, വെന്ത സാധനങ്ങളാണ്. അപ്പോൾ ഈ പാകത്തിനൊന്ന് ആക്കിയെടുത്തിട്ട് പിന്നെ നമ്മളത് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ എടുത്ത് നമ്മൾ നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്.